നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ വീഡിയോയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് വീണ്ടും ഒരു റോഡ് ടെസ്റ്റ് കൂടി നടത്തി വാഹനം ഓടിച്ച് കാണിച്ചില്ല എങ്കിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന ലൈസൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന പുത്തൻ ഉത്തരവ് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഗതാഗത മന്ത്രി ശ്രീ ഗണേഷ് കുമാറിൻ്റെ പുതിയ ഭരണപരിഷ്കാരത്തെക്കുറിച്ചായിരുന്നു ആ വീഡിയോ. നമ്മൾ റോഡിലിറങ്ങുമ്പോൾ അറിയാതെ ഒരു ട്രാഫിക് നിയമം തെറ്റിച്ചാൽ പോട്ടെ, സാരമില്ല, പിഴയല്ലേ, അതടച്ച് തീർക്കാമെന്ന് കരുതി അത് വിടുന്ന കാലം കഴിഞ്ഞിരിക്കുന്ന വിവരമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വകയായിട്ടാണ്, കേരള സർക്കാരിൻ്റെ അല്ല. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ GSR 27 ഈ വിജ്ഞാപന പ്രകാരം അനുസരിച്ച് ഇനി കളി ഒന്ന് മാറുകയാണ്. വെറും 5 തവണ നിങ്ങൾ നിയമം ലംഘിച്ചാൽ 3 മാസത്തേക്ക് നിങ്ങളുടെ ലൈസൻസ് നഷ്ടപ്പെടും. ഈ പുതിയ നിയമത്തിലെ ആരും ശ്രദ്ധിക്കാത്ത ചില പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ടൈം മീഡിയ ചർച്ച ചെയ്യുന്നത്. റോഡിലെ വാഹന നിയമങ്ങൾ സംബന്ധിച്ച കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ ഉത്തരവുകളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇനി വെറും 5 തവണ നിയമം ലംഘിച്ചാൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കപ്പെട്ടേക്കാം. എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ, എങ്ങനെയാണ് ഈ നടപടികൾ വരുന്നത് എന്നൊക്കെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കും. പുതുക്കിയ മോട്ടോർ വാഹന ചട്ടപ്രകാരം 1 വർഷത്തിനുള്ളിൽ 5 അതിലധികമോ തവണ ട്രാഫിക് നിയമങ്ങൾ നിങ്ങൾ ലംഘിച്ചാൽ നിങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ അധികൃതർക്ക് അധികാരം നൽകുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജനുവരി 1 മുതലാണ്, ഈ മാസം 1-ാം തീയതി മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കുറ്റങ്ങൾ ഇതിൽ കണക്കാക്കപ്പെടുകയില്ല. എന്നാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ലൈസൻസ് ഉടമയ്ക്ക് തൻ്റെ ഭാഗം വിശദീകരിക്കാനുള്ളൊരു അവസരം ഇവിടെ ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്താലാണ് നിങ്ങളുടെ ലൈസൻസ് നഷ്ടമാവുക? പ്രധാനമായും 24 തരം നിയമലംഘനങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടവ ഇവയൊക്കെയാണ്. 1, ഓവർ സ്പീഡിംഗ് ആണ്, അമിത വേഗത. ഹെൽമറ്റോ സീറ്റ് ബെൽറ്റോ ധരിക്കാതിരിക്കുക, ട്രാഫിക് സിഗ്നൽ ലംഘിക്കുക, റോഡിലെ അനധികൃത പാർക്കിംഗ്, അമിത ഭാരം കയറ്റി സഞ്ചരിക്കുക, വാഹന മോഷണം അല്ലെങ്കിൽ സഹയാത്രക്കാരോട് വളരെ മോശമായി പെരുമാറുക. അപ്പോൾ ചെറിയ കുറ്റമെന്നോ വലിയ കുറ്റമെന്നോ വ്യത്യാസമില്ലാതെ എണ്ണം 5 ആയാൽ നടപടി ഉറപ്പാണ്. ഇനി ചെല്ലാൻ ലഭിക്കുന്ന കാര്യത്തിൽ ഒരു മാറ്റമുണ്ട്. പണ്ടൊക്കെ നമുക്കൊരു ചെല്ലാൻ വന്നാൽ നമ്മൾ മാസങ്ങളോളം അത് അവഗണിക്കും, അടയ്ക്കാതെ വെക്കുമായിരുന്നു. എന്നാൽ ഇനി അത് നടപ്പില്ല. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ഒരു ചെല്ലാൻ ലഭിച്ചാൽ അത് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ പിഴ അടയ്ക്കാനോ നിങ്ങൾക്ക് ലഭിക്കുന്നത് 45 ദിവസങ്ങൾ മാത്രമാണ്. ഈ 45 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ കുറ്റം ചെയ്തതായും ആ കുറ്റം നിങ്ങൾ സമ്മതിച്ചതായും പുതിയ നിയമം കണക്കാക്കും. പിന്നീട് അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിർബന്ധമായും പിഴയടയ്ക്കേണ്ടതായി വരും. നിയമലംഘനം നടത്തിയാൽ 3 ദിവസത്തിനകം നിങ്ങളുടെ മൊബൈലിൽ ചെല്ലാൻ സംബന്ധിച്ച വിവരങ്ങൾ എത്തണമെന്നും നിയമമുണ്ട്. കത്ത് വഴിയാണെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ അത് ലഭിച്ചിരിക്കണം. ചെല്ലാൻ ലഭിച്ചാൽ 45 ദിവസത്തിനുള്ളിൽ പിഴയടയ്ക്കണം. ഇനി നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഓൺലൈൻ പോർട്ടൽ വഴിയോ ഉദ്യോഗസ്ഥരെയോ നിങ്ങൾക്ക് അറിയിക്കാം. പരാതി തള്ളുകയാണെങ്കിൽ പകുതി പണം കെട്ടിവെച്ചിട്ട് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാനും സൗകര്യമുണ്ട്. ഇവിടെ ഡ്രൈവർമാർക്ക് അനുകൂലമായ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ചെല്ലാൻ തെറ്റാണ്, നിങ്ങൾക്കുള്ളതല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ പരാതി നൽകിയാൽ ആ പരാതിയിൽ 30 ദിവസത്തിനുള്ളിൽ ഉദ്യോഗസ്ഥർ തീരുമാനമെടുത്തിരിക്കണം. അതവർ ചെയ്തില്ലെങ്കിൽ ആ ചെല്ലാൻ ഓട്ടോമാറ്റിക്കായി റദ്ദാക്കപ്പെടും. ഇത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഒഴിവാക്കാൻ സഹായിക്കും. ഇനി അറിയാനുള്ളത്, പിഴ അടച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നതാണ്. നിങ്ങൾ ആ പിഴ അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം വിൽക്കാൻ പോലും പറ്റില്ല. അത് നിങ്ങൾക്കറിയാമോ? വാഹൻ പോർട്ടൽ വഴി നടത്തുന്ന ഉടമസ്ഥാവകാശ കൈമാറ്റം, RC പുതുക്കൽ എന്നിവ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യപ്പെടും. കൂടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിലും ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ സന്ദർഭവശാൽ ഒന്ന് പറഞ്ഞു പോകാം. നിങ്ങളുടെ ഫാസ്ടാഗ് സംബന്ധിച്ച് കുടിശ്ശികയുണ്ടെങ്കിൽ അതും വാഹൻ പോർട്ടലിലെ സേവനങ്ങളെ ബാധിക്കാനിടയുണ്ട്. 2, വാഹനത്തിൽ HSRP പ്ലേറ്റുകൾ ഇല്ലെങ്കിലും NOC നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്കൊരു ചെല്ലാൻ ലഭിക്കുകയും കൃത്യസമയത്ത് പിഴ അടയ്ക്കാതിരിക്കുകയും ചെയ്താൽ സംഗതി ഗുരുതരമാവും. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ച കാര്യങ്ങളോ ലൈസൻസ് പുതുക്കലോ ഒന്നും പിന്നെ നടക്കില്ല. കൂടാതെ വാഹൻ പോർട്ടലിൽ നിങ്ങളുടെ വാഹനം വിൽക്കാൻ അനുമതിയില്ലാത്ത വാഹനങ്ങളുടെ ലിസ്റ്റിൽ പെടുകയും ചെയ്യും. അപ്പോൾ കച്ചവടം ഒന്നും പിന്നെ നടക്കില്ല. സംഗതി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണെങ്കിലും കേന്ദ്രവും കേരളവും ഇങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യത്തിൽ കടുംപിടുത്തം തുടങ്ങിയാൽ റോഡിൽ വണ്ടി ഇറക്കി ഓടിക്കാൻ ഇനി ആരൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ മാത്രമേ ടൈം മീഡിയയ്ക്ക് സംശയമുള്ളൂ. അതുകൊണ്ട് റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിക്കുക, സുരക്ഷിതമായി വാഹനങ്ങൾ ഓടിക്കുക. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനലിൽ വരുന്ന വാർത്തകളും വിഷയങ്ങളും നിങ്ങൾക്ക് ഗുണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്. മറ്റൊരു പ്രാധാന്യപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.